നമസ്കാരം. വിജി തിരിച്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റ ആദ്യം നമ്മൾ ചെയ്യുന്നത്, എല്ലായിടത്തും പലർക്കും ഇത് അറിവുണ്ടാവും, പലരും പറഞ്ഞും കേട്ടിട്ടുണ്ടാവും, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഒന്നുകൂടെ പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞിട്ട് കൈകളിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്നിട്ടൊന്ന് തൊഴുക. പ്രപഞ്ച ശക്തിയാണ് നമ്മൾ തൊഴുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഭൂമിദേവിയെ തൊട്ട് വണങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ചവിട്ടാൻ പോവാണ് ഭൂമിദേവി. അപ്പോൾ അതിനൊരു മന്ത്രമുണ്ട്. സമുദ്രവന്നേ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി. ഇത് നമ്മൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നിത്യകർമ്മങ്ങളിലേക്ക് പോകും. നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് പോയി നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കുളിച്ചിട്ട്, ചിലർക്ക് കുളിക്കാൻ പറ്റില്ല, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എഴുന്നേറ്റ ഉടനെ കൈയും കാലും മുഖവും കഴുകി നമ്മൾ ചെന്നിട്ട് ഒരു ദീപം അല്ലെങ്കിൽ ഒരു ചിരാതി അല്ലെങ്കിൽ ചെറിയ വിളക്ക് ഇട്ടിരിക്കുന്ന ദീപം മേളോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതായാലും മതി, ഒരു വിളക്ക് കൊളുത്തി നമ്മൾ വെക്കാൻ. അതൊരു ചെറിയ പ്ലേറ്റിനകത്ത് വിളക്ക് കൊളുത്തി വെക്കുക. പൂജാ റൂമുള്ളവർ പൂജാ റൂം തുറക്കണമെന്നൊന്നുമില്ല, കുളിക്കാതെ തുറക്കാൻ പറ്റില്ല, വിളക്ക് കൊളുത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഒരു വിചാരമുണ്ട്. പക്ഷെ ഈ വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ നമ്മൾ ദീപം ഇങ്ങനെ മുകളിലോട്ട് എരിയുകയാണ്. അപ്പോൾ ആ ദീപം പ്രകാശം ചൊരിയുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിൽ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എണീച്ച ഉടനെ ആദ്യം പോയി എല്ലാവർക്കും ഒരു കാപ്പി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കാപ്പി ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചാണ് എല്ലാവരും ഓടി അടുക്കളയിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് ആദ്യം ചെയ്തിട്ട് നിങ്ങൾ സ്റ്റൗ കത്തിക്കുമ്പോൾ ആ സ്റ്റൗവിൻ്റെ പുറത്ത് നമ്മൾ എന്താ സ്റ്റൗ കത്തിച്ച് ആദ്യം എടുത്തൊരു പാത്രം അതിൻ്റെ പുറത്ത് വെക്കുകയാണ്. അപ്പം ദീപം ഇങ്ങനെ അടങ്ങുകയാണ്. ആ പാത്രം വെച്ച് നമ്മൾ ആ ദീപത്തിനെ അമർത്തുകയാണ്. അപ്പം ദീപം മുകളിലോട്ട് വരുന്നത്. അപ്പൊ ആ സ്റ്റൗ കത്തിക്കുമ്പോഴും നമ്മളൊരു കാര്യം, ഒരു മന്ത്രം പറയാനുണ്ട്. അപ്പൊ നമ്മൾ അഗ്നിഭഗവാനെ വണങ്ങുക എന്നുള്ളതാണ്. അഗ്നിഭഗവാനെ എന്ന് പറഞ്ഞിട്ട് സ്വാഹാദേവിയും കൂടെ സ്മരിക്കണം. അഗ്നിഭഗവാന്റെ ഭാര്യയാണ് സ്വാഹാദേവി. എന്നിട്ട് പാത്രം വയ്ക്കുക. കാപ്പിയായാലും ചായയായാലും എന്തായാലും. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരോ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല ജോലിയായിരിക്കും. അപ്പൊ ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ നമുക്ക് വലിയ ഗുണങ്ങളാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോൾ, പാത്രവും വെള്ളമോ എന്തെങ്കിലും കൂടെ വയ്ക്കുമ്പോൾ നമ്മൾ അന്നപൂർണേശ്വരിയെ സ്മരിക്കണം. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭെ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേവീച്ച പാർവതി. ഇതും കൂടെ പറയാമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ സകല ദുരിത ദുഃഖങ്ങളും അറിഞ്ഞ് സർവസമ്പത്തും ഉണ്ടായി, ആയുരാരോഗ്യ സൗഖ്യമുണ്ടായി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരപുഷ്ടിക്ക് വേണ്ടുന്ന എല്ലാം അതിനകത്തുണ്ടാകും. നമ്മൾ ഇപ്പൊ കിട്ടുന്ന ആഹാരം അറിയാമല്ലോ, വിഷമുണ്ട്. അതിന് നമ്മൾ ഇതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് വളരെ വളരെ ഗുണങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.